ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററാണ് കേട്ടോ. തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് കാഡ് ഇൻ്റർനാഷണലിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഓണർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് കട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും കേട്ടോ. അവൾ കുറേ മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. എന്നാലും ഗ്രീൻ റൂം കണ്ടപ്പോൾ മിറർ കണ്ടപ്പോൾ പിന്നെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്യാണ്. പിന്നെ ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യ മാമാണ്. ദെൻ ഞാൻ എൻ്റെ സ്വന്തം വീഡിയോയും കുറച്ചൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാനായിരുന്നു. അങ്ങനെ ക്യാൻറ്റീനിക്കൊക്കെ പോയിട്ടോ. റീജിയണൽ തിയേറ്റർ അടിപൊളിയാണ്. അവിടുത്തെ എൻവയോൺമെൻ്റ് ആയാലും മൊത്തത്തിൽ ആ ഒരു ബിൽഡിങ്ങും എല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. തൃശ്ശൂരിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഉലാത്തി കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി കേട്ടോ. ക്യാൻറ്റീനും അടിപൊളിയായിരുന്നു. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഏരിയ, കാമായിട്ട് നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ചെറിയൊരു സ്പേസ് ആയിരുന്നു. ഞങ്ങൾ ഇതേ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളത് സുമി മാമിനാണ്. അപ്പോൾ ആളാണ് അവിടുത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പരിപാടി ഗ്രാൻഡായിരുന്നു. കളക്ടർ സാറിനൊക്കെ വിളിച്ചിരുന്നു, പക്ഷെ ആൾക്ക് വരാൻ പറ്റിയില്ല. എന്നാലും പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പ്രതാപൻ സാറും എല്ലാവരും വന്നിരുന്നു. കുറേ പേർക്ക് ട്രോഫി കിട്ടി. എൻ്റെ ഫ്രണ്ടിനൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ ഈ ഇടവഴി കൂടെ പോവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് ഓർമ്മ വന്നു. എന്താണെന്നറിയില്ല, അതേപോലെയൊക്കെ ഒരു വൈബ് കിട്ടി. പിന്നെ ഞങ്ങൾ റിസപ്ഷൻ ഏരിയയ്ക്ക് പോയി. അവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടേക്ക് പോയി. റിസപ്ഷൻ ഏരിയയിൽ ആദ്യം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നീട് തിരക്കായി തുടങ്ങി. അപ്പോൾ പിന്നെ ആ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി നമ്മൾ വീഡിയോ എടുത്താലും മുഴുവൻ പച്ചിപ്പും ഹരിതാഭയും കാര്യങ്ങളാണ്. ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ അവർ നട്ടു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നവരസയുടെ പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ടീമിൽ തന്നെ അടിപൊളി പാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയും സ്റ്റേജിൽ കയറി അവരും അടിപൊളിയായിട്ട് പാടി. ഞങ്ങൾ നല്ലപോലെ ഡാൻസ് കളിച്ചായിരുന്നു. ഡിജെയും പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല വിശന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തൃശ്ശൂരുള്ള ഹാവോമിങ്ങിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി സീറ്റൊക്കെ തപ്പി ഇരുന്നു. പക്ഷേ ഫുഡ് ഇത്തിരി ലേറ്റായി. നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും അതേപോലെ ചില്ലി ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പിന്നെ ഷേക്കും ജ്യൂസൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി ഒരു ദിവസം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.